പ്രൊഫസർ എ ജി ജോർജ്, ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്താണ് ഇങ്ങനെ ഒരു പരാമർശം എം വി ഗോവിന്ദൻ നടത്തിയത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു മുന്നണി മത്സരിക്കുന്നു, അവിടെ ഒരു പാർട്ടി സംവിധാനമുണ്ട്. ഈ പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കുന്നത് സാധാരണ അവർ അധികാരത്തിലേറിയാൽ എന്ത് നടപ്പിലാക്കും എന്നതിൻ്റെ വാഗ്ദാനമായിട്ടാണല്ലോ. പക്ഷേ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നു LDFിൻ്റെ നയം അല്ലെങ്കിൽ CPMൻ്റെ നയമൊന്നുമല്ല സർക്കാർ നടപ്പിലാക്കുന്നത് എന്ന ഒരു വാദം. മറുഭാഗത്ത് ഇതാ ഷിജു ഖാൻ അടക്കം കേന്ദ്രത്തിനെയാണ് പറയുന്നത്. കേന്ദ്രം ഇങ്ങനെ ചെയ്താൽ പിന്നെ എത്രയോ തവണ കേന്ദ്രത്തിൻ്റെ നീക്കങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതികൾ അടക്കം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയോ ബില്ലുകൾ ഇപ്പോഴും ഒപ്പിടാതെ കേന്ദ്രത്തിലേക്ക് അയച്ച സാഹചര്യമുണ്ട്. അങ്ങനെയൊരു ഇടതുപക്ഷത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ ആ പക്ഷത്തിന്റെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. താങ്കൾക്ക് എന്താണ് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് തോന്നുന്നത്? അഭിലാഷ, ഈ സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമല്ല. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ നാളുകളായി സ്വകാര്യ സർവകലാശാലകൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ശരിയാണ്. അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായി അവിടുത്തെ ഒരു എക്കോ സിസ്റ്റം അനുസരിച്ചുള്ള നിയമങ്ങളും നിയമാവലികളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ സ്വകാര്യ സർവകലാശാലകൾ ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ള അഭിലാഷെ, 2 അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട 2-3 സ്വകാര്യ സർവകലാശാലകളുടെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. ഒന്ന് ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, 2 ഈ തമിഴ്നാട്ടിലുള്ള SRM യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ BIT എന്ന് പറയുന്ന വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ പൂന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രശസ്തമായ ഒരു സ്വകാര്യ സർവകലാശാലയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഹരിയാന ഭാഗത്തേക്ക് പോകുമ്പോൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്തതായിട്ടുള്ള സ്വകാര്യ സർവകലാശാലകൾ അഭിലാഷ ഇന്ത്യയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഇതിനകത്ത് പ്രധാനമായി കാണേണ്ടത്, ഇന്ത്യയിൽ 4 തരം സർവകലാശാലകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1 കേന്ദ്ര സർവകലാശാലകൾ, 2 സംസ്ഥാന സർവകലാശാലകൾ, 3 ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, 4ാമതായി വരുന്നതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഈ ആദ്യത്തെ 3 യൂണിവേഴ്സിറ്റികളും സ്വാഭാവികമായി ഒരളവ് വരെ സർക്കാരിന്റെ നിയന്ത്രണം ധാരാളമായിട്ടുള്ള 3 സർവകലാശാല. ഇവിടെ പറയുന്നത് കേട്ടു ഡീംഡ് യൂണിവേഴ്സിറ്റി ഒക്കെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന്. അത് അതിനെക്കുറിച്ചുള്ള പഠനത്തിലുള്ള അജ്ഞത കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അങ്ങനെ കയറൂരി വിട്ടൊന്നും ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്ന അപ്പെക്സ് ബോഡി നിയതമായിട്ടുള്ള ചട്ടങ്ങൾ, അധ്യാപക നിയമനത്തെ സംബന്ധിച്ച്, പരീക്ഷാ രീതികളെ സംബന്ധിച്ച്, മൂല്യനിർണയത്തെ സംബന്ധിച്ച്, പാഠ്യക്രമത്തെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിൽ നൽകുന്നുണ്ട്. അതിൻ പ്രകാരമാണ് ഈ പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ കയറൂരി വിട്ടൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന ചോദ്യം അഭിലാഷ എനിക്ക് പറയാനുള്ളത്, ഞാൻ കേരളത്തിൽ താമസിക്കുന്ന ഒരാളെന്ന രീതിയിൽ, കേരളത്തിൽ 10-40 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കത്തക്ക ഒരു ഭൂമിക ഇന്ന് ഈ കേരളത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം ഇതുവരെ ആരും അഭിസംബോധന ചെയ്തിട്ടില്ല. ഇവിടെ നമുക്കറിയാമല്ലോ, 14ഓളം കൊച്ചു കേരളത്തിൽ 14ഓളം സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ സമയമെടുത്ത് അതിന്റെ പട്ടികകളൊന്നും നിരത്താനായി ശ്രമിക്കുന്നില്ല. ഇവിടെ സംസ്കൃതം സർവകലാശാലയുണ്ട്. അവിടെ സംസ്കൃതം ഒഴിച്ചു ബാക്കിയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് തമാശയ്ക്ക് പറഞ്ഞാണ്. സംസ്കൃതത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു സർവകലാശാല ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതുപോലെ മലയാളം സർവകലാശാല എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചവർക്കോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തിക്കുന്ന ആളുകൾക്കോ വലിയ നിശ്ചയമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ പ്രധാനമായി അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി, കേരളത്തിന്റെ മുത്തശ്ശി യൂണിവേഴ്സിറ്റിയായ കേരള സർവകലാശാല, അതുപോലെ മഹാത്മാഗാന്ധി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റികളാണ്. കേരളത്തിലുള്ള എല്ലാ സ്വകാര്യ കോളേജുകളും ഗവൺമെന്റ് കോളേജുകളും ഈ യൂണിവേഴ്സിറ്റികളോടെല്ലാം അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് കേരളത്തിലുള്ളത്. അഭിലാഷ, ഇന്ന് എന്താണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്ന് ദയവായി അഭിലാഷം ഒന്ന് ആലോചിക്കണം. ഞാൻ ഇതിനെ ഒരു രാഷ്ട്രീയമായി വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇവിടെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യാൻ പറ്റിയ
ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ശരി. ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെല്ലാം, ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകളെല്ലാം വളരെ കഷ്ടിച്ചാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. പരമ്പര അഭിലാഷ എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം. പരമ്പരാഗതമായ കോഴ്സുകൾ നടത്തുന്ന ഈ പറഞ്ഞതായിട്ടുള്ള അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്ട് ഒരു 75% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ മുൻപിലുണ്ട്. അതിന്റെ കാരണങ്ങളിലേക്കൊന്നും വിസ്തരിക്കുന്നില്ല. നമ്മളിവിടെ നിരന്തരമായി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പൊതുവേദികളിലും പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ ആരും ഇവിടെ നിൽക്കുന്നില്ല, അവര് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. ഒരു വിഭാഗം കുട്ടികൾ ഭാരിച്ച ലോൺ എടുത്തുകൊണ്ട് 40-50 ലക്ഷം രൂപ കിടപ്പാടം പോലും പണയപ്പെടുത്തിക്കൊണ്ട് വിദേശ സർവകലാശാല. ശ്രീ ജോർജ് സാർ, ഞാൻ ഇവിടെ ഒന്ന് ഇടപെടുന്നത്, താങ്കൾ ഈ പറയുന്ന ഒരു പോയിന്റിനുള്ള മറുപടി എന്ന നിലയിൽ കൂടിയാണല്ലോ ഈ സർവകലാശാലകളുടെ കടന്നുവരവിനെ വിലയിരുത്തുന്നത്. അതെ, അപ്പോൾ ഈ അതായത് പരമ്പരാഗതമായി ഇവിടെ നിൽക്കുന്ന എനിക്ക് അഭിലാഷ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയത്, പരമ്പരാഗതമായി ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സർവകലാശാലകൾ, പൊതു സർവകലാശാലകൾ പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണോ ഈ പുതിയ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതെന്നാണോ അഭിലാഷ് പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യവും, ഇവിടെ എനിക്ക് മുൻപേ സംസാരിച്ചതായിട്ടുള്ള ബഹുമാനപ്പെട്ട AISFന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിനിധികൾ പറഞ്ഞതുപോലെ ഇതൊരു ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അഭിലാഷ ഇതൊരു കച്ചവടമാണ്. ഇതിനകത്ത് ആർക്കാണ് വരാൻ സാധിക്കുന്നത്? ഞാൻ ഈ നിയമം ഡ്രാഫ്റ്റ് പൂർണ്ണമായി വായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിലെ എല്ലാ വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നില്ല. അതിനകത്ത് പറയുന്ന ഒരു പ്രധാന വ്യവസ്ഥ, ഒരു സ്പോൺസറിംഗ് ഏജൻസി 25 കോടി രൂപ ഒരു ഫണ്ടായി ഡെപ്പോസിറ്റ് ചെയ്യുകയും 10 ഏക്കർ സ്ഥലവും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാം നടത്താവുന്ന സ്ഥാപനങ്ങൾ ഈ 10 ഏക്കർ ക്യാമ്പസിനകത്ത് നടത്താമെന്നാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. രണ്ടാമത്തെ ഒരു വ്യവസ്ഥയാണ്, ഇവിടുത്തെ പരമ്പരാഗതമായ സർവകലാശാലകളിൽ അല്ലെങ്കിൽ പൊതു സർവകലാശാലകളിൽ അവരുടെ നിലവിലിരിക്കുന്ന ചട്ടം അനുസരിച്ച് ഓഫ് ക്യാമ്പസ് സെന്ററുകളോ അല്ലെങ്കിൽ അവരുടെ ജിയോഗ്രാഫിക്കൽ ഏരിയയ്ക്ക് പുറത്തോ സെന്ററുകൾ നടത്താൻ പാടില്ല എന്നാണ് നിലവിലിരിക്കുന്ന ചട്ടങ്ങൾ അനുശാസിക്കുന്നത്. എന്നാൽ ഈ പുതിയ സ്വകാര്യ സർവകലാശാല ബില്ലിൽ യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത്, അതിനപ്പുറമായി ഇന്ത്യക്ക് പുറത്ത് പോലും ഓഫ് ക്യാമ്പസ് ആൻഡ് ഓഫ് ഷോർ ക്യാമ്പസുകൾ തുടങ്ങാമെന്നാണ് ഈ പറയുന്ന ബില്ലിൽ. ആ പോയിന്റാണ് ഇന്ന് പ്രതിപക്ഷ നേതാവും പ്രധാനമായും ഉയർത്തിക്കാണിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. അതെ അഭിലാഷ്, അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പൊതു സർവകലാശാലകൾ എന്നൊക്കെ പറഞ്ഞാൽ, സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആളുകളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾക്ക് പോലും പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന ഒരു സംവിധാനമാണ് ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അഭിലാഷെ കേരളം സാക്ഷരതയിൽ ഇന്നും ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളായി വരുന്നവരുടെ ശതമാനം മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും നമ്മൾ മുന്നിലാണ് അഭിലാഷെ. അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിനൊക്കെ ഒരു സൗകര്യമാണ്, നാമമാത്രമായ ഫീസ് കൊടുത്ത് MSc PhD വരെ നേടാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള വിദേശ സർവകലാശാലകളുടെ സ്വഭാവത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് വരേണ്യവർഗത്തിനെ സംരക്ഷിക്കാൻ തക്ക രീതിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ കാണേണ്ട. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ഷിജു ഖാൻ അതിന് മറുപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പൊരു ഇടവേള അനിവാര്യമാണ്. ഇപ്പോൾ ജോർജ് സാർ പറയുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ചേർത്ത് വെക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഞാൻ വളരെ പെട്ടെന്ന് ഷിജു ഖാനിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.